Good morning. Okay, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തല്ലേ? ഏതാണ്? മെറ്റീരിയൽസ് മാനേജ്മെന്റ്. നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടെസ്റ്റ് നോക്കി, പിന്നെ എയിം ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്, ദെൻ മേജർ ഒബ്ജക്റ്റീവ്സ് അല്ലെ? 3 പോയിന്റ്സ് വരെ അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഓക്കെ, മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്, അറ്റൈൻമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്സ്. ഹോസ്പിറ്റലിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ആണ് കേട്ടോ. ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. അപ്പൊ അതിനകത്ത് നോക്കി വെക്കുക, ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് എക്സാമിന് ചോദിക്കാം. ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഫസ്റ്റ് നോക്കിയേ, മെറ്റീരിയൽസ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്. കുഞ്ഞു പോയിന്റ്സ് ആയിട്ട് തന്നെ കൊടുത്തേക്കണേ കേട്ടോ. എന്തൊക്കെയാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻ? മെറ്റീരിയൽസ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്. മെറ്റീരിയൽസ് പ്ലാൻ ചെയ്യുന്നു, ആസൂത്രണം ചെയ്യുന്നു. ബഡ്ജറ്റിംഗ്, ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നു. മെറ്റീരിയൽസ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്. രണ്ടാമത്തെയാണ് പർച്ചേസിങ്. മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു, പർച്ചേസിങ്. ദെൻ മൂന്നാമത്തെ പോയിന്റ് നോക്കി, റിസീവിങ്, കോമ ഇടണം കേട്ടോ അവിടെ. റിസീവിങ്, ഇൻസ്പെക്ഷൻ, കോമ, സ്റ്റോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ടെക്സ്റ്റിൽ കറക്റ്റ് അല്ലേ എന്ന് നോക്കാം കേട്ടോ. റിസീവിങ്, കോമ, ഇൻസ്പെക്ഷൻ, കോമ, സ്റ്റോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. റിസീവ് ചെയ്യുക, മെറ്റീരിയൽസ് റിസീവ് ചെയ്യുക, അത് ഇൻസ്പെക്ട് ചെയ്യുക, പരിശോധിക്കുക, സ്റ്റോക്ക് ചെയ്യുക, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക. ദെൻ അടുത്തതാണ് ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവെന്ററി എന്താ? സ്റ്റോക്ക്, സ്റ്റോക്ക് നിയന്ത്രണം, സ്റ്റോക്ക് കൺട്രോൾ. അടുത്ത നോക്കിയേ, കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് കുറയ്ക്കാനായിട്ട്, ചെലവ് കുറയ്ക്കൽ, കോസ്റ്റ് റിഡക്ഷൻ. ദെൻ നെക്സ്റ്റ് ആണ് വാല്യൂ അനാലിസിസ്, മൂല്യ വിശകലനം. പഠിക്കാനുണ്ട് കേട്ടോ. വാല്യൂ അനാലിസിസ്, വാല്യൂ അനാലിസിസ്, മൂല്യ വിശകലനം. ദെൻ അടുത്തതാണ് ഡിസ്പോസൽ. മെറ്റീരിയൽസ് ഡിസ്പോസ് ചെയ്യുക, നിർമാർജനം ചെയ്യുക. അപ്പൊ ഇത്രയാണ് ഫങ്ഷൻസിൽ വരുന്നത്. പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്യുക കേട്ടോ. ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. ഒരുപാട് ഇതൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. മെറ്റീരിയൽസ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്, പർച്ചേസിംഗ്, റിസീവിംഗ്, ഇൻസ്പെക്ഷൻ, സ്റ്റോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇൻവെന്ററി കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ, വാല്യൂ അനാലിസിസ്, ദെൻ ഡിസ്പോസൽ, മെറ്റീരിയൽസിന്റെ നിർമാർജനം. നോക്കിയേ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഇൻ ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റലിലെ പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണ് നോക്കാട്ടോ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ പലതരത്തിലുള്ള മെറ്റീരിയൽസ്. ഫസ്റ്റ് നോക്കിയേ, എന്തൊക്കെയാണ്? എക്യുപ്മെന്റ്സ്. അപ്പൊ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്തൊക്കെയാകാം? എക്യുപ്മെന്റ്സ് ആവാം അല്ലെ? എക്യുപ്മെന്റ്സുകൾ, ഉപകരണങ്ങളാകാം. വിച്ച് ഇൻക്ലൂഡ് സർജിക്കൽ, സർജിക്കൽ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളാകാം. അടുത്ത നോക്കി, മെഷീൻസ് ആവാം. എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞ ഏതാണ്? മെഷീൻസ് ആവാം. വിച്ച് ഇൻക്ലൂഡ് ദ സർജിക്കൽ, സർജിക്കൽ ഉൾപ്പെടെയുള്ള മെഷീനുകളാകാം മെറ്റീരിയൽസ്. ദെൻ അടുത്ത നോക്കിയേ, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി അപ്പോയിന്റ്മെന്റ് കാർഡുകള് അല്ലെ, കവേഴ്സ്, ഫോമുകള്, ഇതൊക്കെ വരുന്നതാണ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. അതിനെ നമുക്ക് എന്തെന്ന് പറയാം? മെറ്റീരിയൽസ് എന്ന് പറയാം. ഓക്കെ, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. നെക്സ്റ്റ് ആണ് ഹൗസ് കീപ്പിംഗ്. ഹൗസ് കീപ്പിംഗ് എന്താ? ഹൗസ് കീപ്പിംഗ്, ലിനൻ ആൻഡ് കെമിക്കൽസ് അല്ലെ? ഹൗസ് കീപ്പിംഗ് സർവീസ് ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ്. ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതിന്റെ ബ്രാക്കറ്റില് ലിനൻ, തുണിത്തരങ്ങള്, ഭാഷയിലും ആൻഡ് കെമിക്കൽസ്, ഇതൊക്കെയാണ് ഹൗസ് കീപ്പിങ്ങിന് വരുന്നത്. അതും നമുക്ക് മെറ്റീരിയൽസ് എന്ന് പറയാം. അവിടെ ഉപയോഗിക്കുന്നതിനെ മെറ്റീരിയൽസ് എന്ന് പറയാം. പിന്നെ അടുത്താണ് ഡയറ്ററി. ഡയറ്ററി ഫുഡ് അല്ലെ? ഡയറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാകാം. ഭക്ഷണക്രമം, ഡയറ്ററി. Then electrical and spare parts. Electrical items, spare parts items, ഇതൊക്കെ എല്ലാം മെറ്റീരിയൽസിൽ ഉൾപ്പെടാം. ലാബ്, ലാബിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തതിന്റെ കെമിക്കൽസ്, അത് മെറ്റീരിയൽസിൽ നമുക്ക് ഉൾപ്പെടുത്താം. ലാബ്, കെമിക്കൽസ്. ദെൻ അടുത്ത ഫാർമസി. ഫാർമസി ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, അതും നമുക്ക് ഒരു പലതരത്തിലുള്ള മെറ്റീരിയൽസിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഫാർമസി. ദെൻ അടുത്താണ് കെമിക്കൽസ്. ഡെവലപ്പർ ആൻഡ് ഫിക്സർ ഇൻ റേഡിയോളജി. റേഡിയോളജിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്
അങ്ങനെയുള്ള കെമിക്കൽസുകൾ. അടുത്തത് സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ്, പൈപ്സ് ആൻഡ് അതർ മെറ്റീരിയൽസ്. സിവിൽ എഞ്ചിനീയറിംഗ് പൈപ്പും മറ്റുള്ള മെറ്റീരിയൽസും ഒക്കെ. ദെൻ അടുത്തതാണ് കൺസ്യൂമർ ഗുഡ്സ്, ഡീസൽ ആൻഡ് പെട്രോൾ ടു സ്റ്റാർട്ട് എ ബോയിലർ ഓർ ഓട്ടോക്ലേവ്. ഡീസൽ ഒടിഞ്ഞ അവിടെ ബ്രാക്കറ്റ് വേണം കേട്ടോ, ക്ലോസ് ബ്രാക്കറ്റേ കൊടുത്തിട്ടുള്ളൂ. ഡീസൽ ആൻഡ് പെട്രോൾ ടു സ്റ്റാർട്ട് എ ബോയിലർ ഓർ ഓട്ടോക്ലേവ്. ബോയിലർ ഓട്ടോക്ലേവ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഡീസൽ, പെട്രോൾ, അതാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്ന സാധനങ്ങൾ. ഇതെല്ലാം നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസിൽ ഉൾപ്പെടാം. ഇതും നിങ്ങൾ പേരുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? എക്യുപ്മെന്റ്സ്, മെഷീൻസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഹൗസ് കീപ്പിംഗ് ഐറ്റംസ്, ഡയറ്ററി ഐറ്റംസ്, ഇലക്ട്രിക്കൽ സ്പെയർ പാർട്സ്, ലാബ്, ഫാർമസി, കെമിക്കൽസ്, സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ്, കൺസ്യൂമർ ഗുഡ്സ്. അത് പേര് മാത്രം പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്, IMM. അവിടെ എക്സ്പാൻഡഡ് ഫോം ചോദിച്ചിട്ടുണ്ട്, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. എക്സ്പാൻഡ് IMM. IMM എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. പേജ് നമ്പർ ആണോ? പ്രിയക്ക് പേജ് നമ്പർ ഒന്ന് ഇട്ട് കൊടുത്തേ. ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് 86. ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്നത് 100 സംതിങ് ആണ്. നിങ്ങളുടെയും ചിലപ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവും, അതുകൊണ്ടാണ് 86 ആണ് കേട്ടോ പേജ് നമ്പർ. അവിടെ എക്സ്പാൻഡഡ് ഫോം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. IMM എക്സ്പാൻഡ്, write the full form of IMM related to materials management. അങ്ങനെ ഉണ്ടാവും കേട്ടോ. മെറ്റീരിയൽസ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് IMM-ന്റെ എക്സ്പാൻഡഡ് ഫോം. എന്താ പറഞ്ഞത്? IMM എന്താ? ഈസ് എ ക്ലോസ് കോർഡിനേഷൻ ഓഫ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് വിച്ച് ആർ റിലേറ്റഡ് വിത്ത് യൂട്ടിലൈസേഷൻ ഓഫ് ദ മെറ്റീരിയൽസ്. മെറ്റീരിയൽസിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു സംയോജിതമായിട്ടുള്ള ഒരു കോർഡിനേഷൻ, ഏകോപനമാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. മെറ്റീരിയൽസിന്റെ യൂട്ടിലൈസേഷൻ, ഉപയോഗവുമായി ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു ക്ലോസ് കോർഡിനേഷൻ എന്ന് പറഞ്ഞത് ഏകോപനം, ക്ലോസ് കോർഡിനേഷൻ ആണ് IMM. അണ്ടർലൈൻ ചെയ്തിട്ടോട്ട് അവിടെ ഡാഷ് ഈസ് എ ക്ലോസ് കോർഡിനേഷൻ ഓഫ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ്. അങ്ങനെ ചോദിക്കാം. അല്ലാതെ ഡെഫിനിഷൻ ആയിട്ട് എഴുതണ്ട, ഡാഷ് ഇട്ട് ചോദിക്കാം കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. Everything merged under one head now. Example, purchasing, storing, etc. under materials management. അത് നോക്കി, മാനേജർ. അപ്പൊ എല്ലാ കാര്യങ്ങളും ഒറ്റ ഒരു കുടക്കീഴില്, ഒരു ഹെഡിന്റെ കീഴില് എല്ലാം മെർജ് ചെയ്തേക്കാണെന്ന്, ലയിപ്പിച്ചിരിക്കുകയാണ്. എവറിത്തിങ് മെർജ്ഡ് അണ്ടർ വൺ ഹെഡ് നൗ. എക്സാമ്പിൾ ഇവിടെ കൊടുത്തേക്കണ എന്താ? പർച്ചേസിംഗും സ്റ്റോറിങ്ങും ആർക്കുടെ കീഴിലാണ്? മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴിലാണ്. ഇതാണ് എല്ലാത്തിന്റെ ഒരു കോർഡിനേഷൻ ആണ് IMM, ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ സംയോജിപ്പിക്കുക അല്ലെ? എല്ലാത്തിന്റെയും ഒരു സംയോജനം, ഇതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു ക്ലോസ് കോർഡിനേഷൻ, ഏകോപനമാണ് മെറ്റീരിയൽസ്. നമുക്ക് ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. അവിടെ എന്താണ്? എല്ലാവരും ഒരു ഹെഡിന്റെ കീഴിലാണ് മെർജ് ചെയ്തേക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കാണ്, പർച്ചേസിംഗ്, സ്റ്റോറിങ്ങും ആരുടെ കീഴിലാണ്? മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴിലാണ് വരുന്നത്. അത് നോക്കി വെക്കുക കേട്ടോ. ആ രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടോ. പർച്ചേസിംഗ്, സ്റ്റോറിംഗ് എക്സെട്ര കംസ് അണ്ടർ ഡാഷ്. ആർക്കുടെ കീഴിൽ വരുമെന്ന് പറഞ്ഞാൽ നമ്മള് മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴിലാണ് പർച്ചേസിംഗും സ്റ്റോറിങ്ങും വരുന്നത്. ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടുക, എക്സ്പാൻഡഡ് ഫോം ആയിട്ടും നോട്ട് ചെയ്തിടുക. 3 ക്വസ്റ്റ്യൻ അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഫോളോ ചെയ്ത് വരുന്നില്ലേ? യെസ്. ഇനി നെക്സ്റ്റ് നോക്കി, അഡ്വാൻറ്റേജ് ആണ്. എന്തൊക്കെയാണ് ഈ IMM-ന്റെ അഡ്വാൻറ്റേജ്? എന്തൊക്കെയാണ്? നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ബെറ്റർ അക്കൗണ്ടബിലിറ്റി ഓർ റെസ്പോൺസിബിലിറ്റി. എന്താണ് ഒരു അഡ്വാൻറ്റേജ്? മികച്ച ഉത്തരവാദിത്തം, അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി. മികച്ച ഒരു ഉത്തരവാദിത്തം. കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. അടുത്ത എന്താ? ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും കോർഡിനേഷൻ.
എന്നുവെച്ചാൽ ഏകോപനം. ഏകോപനം, കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു ഏകോപനമാണ് IMM. അതാണ് ഒരു എന്താ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു കോർഡിനേഷൻ, ഒരു ഏകോപനം. അടുത്ത നോക്കിയേ, ബെറ്റർ പെർഫോമൻസ്. അടുത്ത എന്താ ഒരു അഡ്വാൻറ്റേജ് പറയുന്ന, മികച്ച പ്രകടനം, ബെറ്റർ പെർഫോമൻസ്. അടുത്തത് നോക്കിയേ, മാനേജ്മെന്റ് ഓഫ് മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ഈസി. അവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടോ എന്ന് അറിയില്ല, ഇല്ലെങ്കിൽ അവിടെ ഒന്ന് ചേർത്ത് വെച്ചോ. മാനേജ്മെന്റ് ഓഫ് മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ഈസി. മെറ്റീരിയൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ മാനേജ്മെന്റ് അത് എളുപ്പമാണെന്ന്, അതിന്റെ ഒരു കൈകാര്യം ഉണ്ട്. ഉണ്ട് അല്ലെ. മെറ്റീരിയലിന്റെ ആ ഒരു മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം, അതിന്റെ മാനേജ്മെന്റ് അത് എന്താണ്, ഈസിയാണ്. മാനേജ്മെന്റ് ഓഫ് മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ഈസി. മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. അടുത്ത മെറ്റീരിയൽസിന്റെ കൈകാര്യവും അതിന്റെ ട്രാൻസ്പോർട്ടേഷനും. അത് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതും ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒക്കെ ഇതൊക്കെയാണ് മെറ്റീരിയൽസിന്റെ ഹാൻഡിലിങ്ങും അതുപോലെ ട്രാൻസ്പോർട്ടേഷനും. അടുത്തത് സ്ക്രാപ്പ് ആൻഡ് സ്കൾപ്പേഴ്സ് കൺട്രോൾ ആൻഡ് ഡിസ്പോസൽ. സ്ക്രാപ്പ് ഐറ്റം, സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ യൂസിന് ശേഷമുള്ളത് അല്ലെ, ഉപയോഗിക്കാൻ പറ്റുന്ന ആ കാലാവധി കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. സ്ക്രാപ്പിൽ കൊടുക്കാറില്ലേ നമ്മൾ പല സാധനങ്ങളും കൊടുക്കാറില്ലേ, സ്ക്രാപ്പ് ഐറ്റംസ് ആയിട്ട്, സ്ക്രാപ്പ് ആയിട്ട് കൊടുക്കും അല്ലെ. അതിന്റെ പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്, അത് കഴിഞ്ഞിട്ടുള്ളതാണ് സ്ക്രാപ്പ് എന്ന് പറയുന്നത് അല്ലെ. സ്ക്രാപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മിച്ചം വരിക എന്നുള്ളത്. സ്ക്രാപ്പേഴ്സ് കൺട്രോൾ ആൻഡ് ഡിസ്പോസൽ, അതിന്റെ നിർമ്മാർജ്ജനം. ഇതും നോക്കി വെച്ചോളാം കേട്ടോ. അഡ്വാൻറ്റേജും ടിക്കറ്റ് വെച്ചോ. Which of the following is included in the advantages of IMM? Advantage, IMM-ന്റെ അഡ്വാൻറ്റേജിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്? Better accountability, coordination of activities in the department, better performance, materials information system. അത് മാനേജ്മെന്റ് ആണ് കേട്ടോ. മാനേജ്മെന്റ് ഓഫ് മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ഈസി. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, സ്ക്രാപ്പ് ആൻഡ് സ്കാർപ്പേഴ്സ് കൺട്രോൾ ആൻഡ് ഡിസ്പോസൽ. Next നോക്കിയേ, IMM does cost reduction technique such as value analysis, variety reduction, standardization, forecasting and market analysis. എന്താ ഈ IMM എന്താ ചെയ്യുന്നത്? does കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്, ചെലവ് കുറയ്ക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകളാണ് IMM ചെയ്യുന്നത്. IMM does കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്, കോസ്റ്റ് കുറയ്ക്കുന്നതിനുള്ള ടെക്നിക്കുകൾ, അതാണ് IMM ചെയ്യുന്നത്. സച്ചാസ് എന്തൊക്കെയാണ് ഈ കോസ്റ്റ് കുറയ്ക്കുന്ന? വാല്യൂ അനാലിസിസ്, മൂല്യ വിശകലനം, വെറൈറ്റി റിഡക്ഷൻ, വൈവിധ്യം കുറയ്ക്കല്, സ്റ്റാൻഡർഡൈസേഷൻ, ഫോർകാസ്റ്റിംഗ്, പ്രവചനം, ആൻഡ് മാർക്കറ്റ് അനാലിസിസ്. ഇതെല്ലാം എന്താണ്? കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്കുകളാണ്. ഈ IMM എന്താ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്കുകൾ IMM ചെയ്യുന്നു. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. IMM ഡസ് കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്, കോസ്റ്റ് കുറയ്ക്കുന്നതിനുള്ള, റിഡ്യൂസ് ചെയ്യുന്നതിനുള്ള റിഡക്ഷൻ ടെക്നിക്കുകൾ IMM ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് കൊടുത്തേക്കുന്നത് വാല്യൂ അനാലിസിസ് ആണ്, മൂല്യ വിശകലനം. നോക്കിയേ, വാല്യൂ അനാലിസിസ് എന്താണ്? വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത് ഈസ് ആൻ അറേഞ്ച്ഡ് അപ്രോച്ച് ടു റിക്കഗ്നൈസ് അൺനെസസറി കോസ്റ്റ്. അൺനെസസറി എന്ന് പറഞ്ഞാൽ എന്താ? അനാവശ്യമായിട്ടുള്ള കോസ്റ്റ് തിരിച്ചറിയുന്നതിനുള്ള ഒരു അപ്രോച്ചാണ്. Concerned with any product, material, part, component, system or services. അല്ലെ, വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രൊഡക്റ്റിന്റെയോ മെറ്റീരിയലിന്റെയോ ഏതെങ്കിലും ഭാഗമോ അല്ലെങ്കിൽ കമ്പോണന്റ്, ഏതെങ്കിലും ഘടകങ്ങളോ ആ സിസ്റ്റോ അല്ലെങ്കിൽ സർവീസ് എന്നിവയുമായി ബന്ധപ്പെട്ട് അനാവശ്യമായിട്ടുള്ള ചെലവുകൾ റിക്കഗ്നൈസ് ചെയ്യുന്നതിനുള്ള, തിരിച്ചറിയുന്നതിനുള്ള ക്രമീകരിച്ച ഒരു സമീപനമാണ് വാല്യൂ അനാലിസിസ്. അവിടെ ഡാഷ് ഇട്ട് പഠിക്കാട്ടോ. Dash is an arranged approach to recognize unnecessary cost. അനാവശ്യമായിട്ടുള്ള ചെലവുകൾ റിക്കഗ്നൈസ് ചെയ്യുന്നതിനുള്ള ഒരു അറേഞ്ച്ഡ് അപ്രോച്ച് ആണ്
അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സമീപനമാണ് എന്ത് വാല്യൂ അനാലിസിസ്. ഓക്കെ, ദിസ് പ്രോസസ് ഈസ് നെസസറി ഫോർ കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് കുറയ്ക്കുന്നതിന് ഈ വാല്യൂ അനാലിസിസ് അത്യാവശ്യമാണ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് രണ്ടാമത്തെ സെന്റൻസും this process, value analysis process is necessary for dash. ഇതിനു വേണ്ടി കോസ്റ്റ് റിഡക്ഷൻ, ചിലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രോസസ്സ് അത്യാവശ്യമാണ്. വാല്യൂ റിലേസ് ഓൺ ഫംഗ്ഷൻ ആസ് വെൽ ആസ് കോസ്റ്റ്. ഇനി വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? റിലേ എന്ന് വെച്ചാൽ ഡിപ്പെൻഡ് അപ്പോൺ. എന്തിനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഫംഗ്ഷൻ ആസ് വെൽ ആസ് ഓൺ കോസ്റ്റ്. എന്തിനേക്കായും? പ്രവർത്തനങ്ങളെയും അതുപോലെ എന്തിനെ? കോസ്റ്റിനെയുമാണ് വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പേജ് നമ്പർ 86. 86 ആണോ 87 ആണോ? ഓക്കെ, വാല്യൂ എന്തിനേക്ക് ആശ്രയിച്ചിരിക്കുന്നത്? വാല്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ, റിലേസ് ഓൺ. വാല്യൂ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ഓൺ ഫംഗ്ഷൻ ആസ് വെൽ ആസ് ഓൺ കോസ്റ്റ്. അവിടുത്തെ പ്രവർത്തനങ്ങളെയും കോസ്റ്റിനെയുമാണ് വാല്യൂ ആശ്രയിച്ചിരിക്കുന്നത്. അത് മൂന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തു. വാല്യൂസ് റിലേസ് ഓൺ ഡാഷ് എന്തിനൊക്കെ? ഫംഗ്ഷൻ കോസ്റ്റ് രണ്ടിനെയും. വാല്യൂ അനാലിസിസ് ഓഫ് മെറ്റീരിയൽ ഗിവ് മോർ ഇമ്പോർട്ടൻസ് to the utility of the material than its cost. നാലാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടേ. 4 സെന്റൻസും നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. വാല്യൂ അനാലിസിസ് ഓഫ് മെറ്റീരിയൽ ഗീവ് മോർ ഇമ്പോർട്ടൻസ് എന്തിനാണ്? ടു ദ യൂട്ടിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ ദാൻ ഇറ്റ്സ് കോസ്റ്റ്. കോസ്റ്റിനേക്കാളും എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? യൂട്ടിലിറ്റി, അല്ലെ? അതിന്റെ യൂട്ടിലിറ്റിക്കാണ്, ഉപയോഗത്തിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. അതിനാണ് പ്രാധാന്യം നൽകുന്നത്. ഉപയോഗത്തിന് പ്രാധാന്യം നൽകുന്നു. വാല്യൂ അനാലിസിസ് ഓഫ് മെറ്റീരിയൽ ഗീവ്സ് മോർ ഇമ്പോർട്ടൻറ്റ് ടു ദ ഡാഷ് ഓഫ് ദ മെറ്റീരിയൽ ദാൻ ഇറ്റ്സ് കോസ്റ്റ്. കോസ്റ്റിനേക്കാളും എന്തിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? യൂട്ടിലിറ്റി, അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ ദാൻ ഇറ്റ്സ് ഡാഷ്. ഇതിനേക്കാളും കോസ്റ്റിനേക്കാളും എന്തിലാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്? അതിന്റെ ഉപയോഗത്തിന്, യൂട്ടിലിറ്റി. 4 സെന്റൻസും അണ്ടർലൈൻ ചെയ്തില്ലേ അത്? ഓക്കെ, ഇനി നോക്കിയ വാല്യൂ ഈക്വൽ ഫംഗ്ഷൻ കോസ്റ്റ്. വാല്യൂ എന്ന് പറയുന്നത് പ്രവർത്തന കോസ്റ്റ് ആണ്. വാല്യൂ എന്ന് പറഞ്ഞ എന്താണ്? ഫംഗ്ഷൻ കോസ്റ്റ് ആണ്. ഫംഗ്ഷൻ കോസ്റ്റ് ആണ് വാല്യൂ. വാല്യൂ ഇൻക്രീസസ് ബൈ ഇൻക്രീസിംഗ് ദ ഫംഗ്ഷൻ ഓർ ഡിക്രീസിംഗ് ദ കോസ്റ്റ്. ഇവിടെ ഒന്ന് നോക്കിയേ, വാല്യൂ ഇൻക്രീസസ്, വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. എങ്ങനെ? ഇൻക്രീസിംഗ് ദ ഫംഗ്ഷൻ. പ്രവർത്തനം കൂടുന്നതനുസരിച്ച് ആ ഒരു വസ്തുവിന്റെ മൂല്യം എന്ത് ചെയ്യുന്നു? കൂടുന്നു, അല്ലേ? ഇൻക്രീസിംഗ് ദ ഫംഗ്ഷൻ ഓർ ഡിക്രീസിംഗ് ദ കോസ്റ്റ്. അല്ലെങ്കിലോ എങ്ങനെയാ? ഓർ ഡിക്രീസിംഗ് ദ കോസ്റ്റ് കുറയ്ക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നതിലൂടെയോ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, ഒരു മൂല്യം ഇൻക്രീസ് ചെയ്യുന്നു. ഇങ്ങനെയാ? കോസ്റ്റ് കുറയ്ക്കുന്നതിലൂടെയും പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെയും വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. വാല്യൂ increases by increasing the function or decreasing the cost. അതും അണ്ടർലൈൻ ചെയ്തു കേട്ടോ. അതെങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത്? ഇൻക്രീസിംഗ് ദ ഫംഗ്ഷൻ, പ്രവർത്തനം വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ കോസ്റ്റ് കുറയ്ക്കുകയും ചെയ്യുന്നതിലൂടെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. ഇനി നെക്സ്റ്റ് നോക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് അതിനകത്ത് നോക്കി വെക്കാം. പലതരത്തിലുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? പേരുകൾ നോക്കാം കേട്ടോ. ഇത് നോട്ട് ചെയ്ത് വെച്ചോ. പലതരത്തിലുള്ള വാല്യൂസ്. ഫങ്ഷണൽ വാല്യൂ ഉണ്ട്, എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ട്, എസ്റ്റീം വാല്യൂ ഉണ്ട്, കോസ്റ്റ് ഉണ്ട്, സ്ക്രാപ്പ് വാല്യൂ ഉണ്ട്, ടൈം ഉണ്ട്. ഒന്നാമത്തെ ഫങ്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞ എന്താണ്? റിലേയിങ് ഓൺ ഫങ്ഷൻ, ഫങ്ഷനോ ബന്ധപ്പെട്ടിരിക്കുന്നു, അതിന്റെ പ്രവർത്തനമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ്? റിലേയിങ് ഓൺ ഫങ്ഷൻ, വാല്യൂ ചേഞ്ചസ്, അതിന്റെ മൂല്യം വ്യത്യാസപ്പെടും, അല്ലേ? നല്ല ഫങ്ഷൻ ആണ്, നല്ല പ്രവർത്തനങ്ങളാണെങ്കിൽ വാല്യൂ കൂടൂലേ? അതിന്റെ മൂല്യം കൂടും. അതാണ് റിലേയിങ് ഓൺ ഫങ്ഷൻ, വാല്യൂ ചേഞ്ചസ്. ഫങ്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വാല്യൂ വ്യത്യാസപ്പെടും. അതാണ് ഫങ്ഷണൽ വാല്യൂ. Then exchange value എന്താ? Exchange value giving a thing that is sold.
ബൈങ് എ ന്യൂ വൺ. എക്സാമ്പിൾ TV, റെഫ്രിജറേറ്റർ. നമ്മൾ ചെയ്യാറില്ലേ? പഴയത് നമ്മൾ കൊടുക്കും, പുതിയത് വാങ്ങും. അതാണ് എക്സ്ചേഞ്ച് വാല്യൂ. ഗിവിംഗ് എ തിങ് ദാറ്റ് ഈസ് ഓൾഡ്. നമ്മുടെ പഴയ TV കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? പുതിയത് വാങ്ങും. എക്സ്ചേഞ്ച്. കേട്ടിട്ടില്ല? എക്സ്ചേഞ്ച് ചെയ്യാണ്. ഗിവിംഗ് എ തിങ് ദാറ്റ് ഈസ് ഓൾഡ്. ഓൾഡ് ആയിട്ടുള്ളത് കൊടുത്തു, ആൻഡ് ബൈങ് എ ന്യൂ വൺ. എക്സാമ്പിൾ ആണ് TV, റെഫ്രിജറേറ്റർ. ദെൻ അടുത്തതാണ് എസ്റ്റീം വാല്യൂ. എസ്റ്റീം വാല്യൂ. പ്രസ്റ്റീജ് ഹാവിംഗ് എ തിങ് എന്ന് വെച്ചാൽ എന്താ? എസ്റ്റീം വാല്യൂ എന്താ? ഒരു വസ്തു നമ്മുടെ കയ്യിലിരിക്കുമ്പോഴുള്ള മൂല്യം, അതിന് എത്രത്തോളം മൂല്യമുണ്ട്, അതാണ് എസ്റ്റീം വാല്യൂ. ഒരു വസ്തു നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അതിന് എത്രത്തോളം മൂല്യമുണ്ട്, അതാണ് എസ്റ്റീം വാല്യൂ. പ്രസ്റ്റീജ് ഹാവിംഗ് എ തിങ്, അതായത് ഒരു വസ്തു നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അതിന് എത്രത്തോളം മൂല്യമുണ്ട്, അതാണ് എസ്റ്റീം വാല്യൂ. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആസ് പെർ മോണിറ്ററി വാല്യൂ. പണമൂല്യം അനുസരിച്ച്, അതായത് ഒരു വസ്തുവിന്റെ പണത്തിന്റെ മൂല്യം, കോസ്റ്റ് ആണ് അവിടെ പറയുന്നത്. ഒരു വസ്തുവിന്റെ പണത്തിന്റെ മൂല്യം, അതാണ് കോസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. കോസ്റ്റ് ആസ് പെർ മോണിറ്ററി വാല്യൂ. അതായത് നമ്മൾ അതിന്റെ പണം അനുസരിച്ച്, മണി, പണം അനുസരിച്ച്, പണമൂല്യം അനുസരിച്ച്. ദെൻ അടുത്തതാണ് സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് എന്താ? ദ വാല്യൂ ആഫ്റ്റർ ദ ലൈഫ് ടൈം ഓഫ് എ മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിന്റെ ആയുഷ്കാലത്തിന് ശേഷമുള്ള വാല്യൂ, അതാണ് സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ. വാല്യൂ ആഫ്റ്റർ ദ ലൈഫ് ടേം ഓഫ് ദ മെറ്റീരിയൽ. മെറ്റീരിയൽസിന്റെ ആയുഷ്കാലത്തിന് ശേഷമുള്ള വാല്യൂ. നമ്മളും കൊടുക്കാറില്ലേ? പഴയതാവുമ്പോ സ്ക്രാപ്പി കൊടുക്കാറില്ലേ? അല്ലെ? അതിന്റെ ആ ലൈഫ് ലോങ് അത് കഴിഞ്ഞു. ഇത്ര വർഷമാണെങ്കിൽ അത് കഴിഞ്ഞു. പിന്നീട് നമുക്ക് ഒരു രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻസ് ചെയ്ത് ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്താ? സ്ക്രാപ്പിലേക്ക് കൊടുക്കും, സ്ക്രാപ്പായിട്ട് കൊടുക്കും. എന്താ സ്ക്രാപ്പ് എന്ന് പറയുന്ന? വാല്യൂ ആഫ്റ്റർ ദ ലൈഫ് ടൈം ഓഫ് ദ മെറ്റീരിയൽ. മെറ്റീരിയൽസിന്റെ ആയുഷ്കാലത്തിന് ശേഷമുള്ള വാല്യൂ. ദെൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഹൗ ലോങ് ഇറ്റ് വിൽ ലാസ്റ്റ്. എത്രത്തോളം അത് ലാസ്റ്റ് ചെയ്യും. ഹൗ ലോങ് ഇറ്റ് വിൽ ലാസ്റ്റ്. എത്രത്തോളം അത് ലാസ്റ്റ് ചെയ്യും. അതിൽ നിങ്ങള് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഏതൊക്കെ വാല്യൂ ആണ്? ഫംഗ്ഷനുകൾ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഫങ്ഷണൽ വാല്യൂ. ആ പ്രവർത്തനം അനുസരിച്ച്, ഒരു വസ്തുവിന്റെ പ്രവർത്തനം അനുസരിച്ച് വാല്യൂ വ്യത്യാസപ്പെടുന്നു. എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പഴയത് കൊടുക്കുന്നു, പുതിയത് നമ്മൾ വാങ്ങുന്നു. എസ്റ്റീം വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അതിന് എത്രത്തോളം മൂല്യമുണ്ട്. ഒരു വസ്തു നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അതിന് എത്രത്തോളം മൂല്യമുണ്ട്. അടുത്ത നോക്കിയേ, കോസ്റ്റ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തുവിന്റെ പണത്തിന്റെ മൂല്യം. അതിന്റെ കോസ്റ്റ് ആണ്, പണമൂല്യം അനുസരിച്ച്. ആസ് പെർ മോണിറ്ററി വാല്യൂ. അതായത് ആ ഒരു വസ്തുവിന്റെ പണത്തിന്റെ മൂല്യം അനുസരിച്ച്. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ആഫ്റ്റർ ലൈഫ് ടൈം, അല്ലെ? വാല്യൂ ആഫ്റ്റർ ദ ലൈഫ് ടൈം. അതിന്റെ ആയുഷ്കാലത്തിന് ശേഷമുള്ള വാല്യൂ, അതാണ് സ്ക്രാപ്പ് വാല്യൂ. വാല്യൂ ആഫ്റ്റർ ദ ലൈഫ് ടേം ഓഫ് ദ മെറ്റീരിയൽ. മെറ്റീരിയൽസിന്റെ ആയുഷ്കാലത്തിന് ശേഷമുള്ള വാല്യൂ. ടൈം എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യും. ടൈം വാല്യൂ എന്താ? ഹൗ ലോങ് ഇറ്റ് വിൽ ലാസ്റ്റ്. അല്ലെ? എത്ര നാളോ നമ്മളത് ലാസ്റ്റ് ചെയ്യും, എത്ര നാള് ലാസ്റ്റ് ചെയ്യും. ഇതാണ് ടൈം വാല്യൂ. ഇനി നെക്സ്റ്റ് വരുന്നത് പർപ്പസ് ഓർ എയിംസ് ഇൻ ഡൂയിങ് വാല്യൂ അനാലിസിസ്. വാല്യൂ അനാലിസിസ് ചെയ്യുന്നതിനുള്ള പർപ്പസ് എന്തൊക്കെയാണ്? പർപ്പസ് എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് വാല്യൂ അനാലിസിസ്, അല്ലെങ്കിൽ എയിം എന്താണ്? ഡൂയിങ് വാല്യൂ അനാലിസിസ്. ഇങ്ങനെ മൂല്യ വിശകലനം, വാല്യൂ അനാലിസിസ് ചെയ്യുന്നത് കൊണ്ടുള്ള പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ എയിം എന്താണെന്നാണ് നോക്കുന്നത്. എന്തിനാണ് വാല്യൂ അനാലിസിസ് ചെയ്യുന്നത്? റിമൂവൽ ഓഫ് ആൻ ഐറ്റം. ഒരു ഐറ്റത്തെ റിമൂവ് ചെയ്യാൻ, അല്ലെ? മൂല്യം കുറഞ്ഞത് വേണമെങ്കിൽ നമുക്ക് അത് ഇത് മാറ്റാം. അതാണ് റിമൂവൽ ഓഫ് ആൻ ഐറ്റം. ഒരു ഐറ്റത്തെ റിമൂവ് ചെയ്യാൻ. അടുത്ത നോക്കിയേ, യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കമ്പോണൻസ് ഫോർ കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി, ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഘടകങ്ങളുടെ ഉപയോഗത്തിന്. യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കമ്പോണൻസ്. സ്റ്റാൻഡേർഡ് കമ്പോണൻസിന്റെ ഉപയോഗം എന്തിനു വേണ്ടി? ഫോർ കോസ്റ്റ് റിഡക്ഷൻ. ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഘടകങ്ങളുടെ ഉപയോഗം.
അടുത്ത് നോക്കിയേ, ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഐറ്റം. ഒരു ഐറ്റത്തിന്റെ എല്ലാ ഫീച്ചേഴ്സും ഇൻസ്പെക്ട് ചെയ്യാൻ, പരിശോധിക്കാൻ. ഒരു ഐറ്റത്തിന്റെ എല്ലാ സവിശേഷതകളും പരിശോധിക്കാൻ. ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഐറ്റം. ഒരു ഐറ്റത്തിന്റെ എല്ലാ ഫീച്ചേഴ്സും പരിശോധിക്കാൻ. അടുത്ത നോക്കിയേ, ഇൻസ്പെക്ഷൻ ഓഫ് ചീപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ ഫോർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ദ യൂസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിന്റെ അഡ്വാൻറ്റേജിന് വേണ്ടി, നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെ, അതിന്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് വില കുറഞ്ഞ എന്നാൽ ഗുണനിലവാരമുള്ള വസ്തുക്കളുടെ ഒരു പരിശോധന. ചീപ്പർ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ, cheaper quality materials for the advantages and use in an organization. നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്, അതായത് ഒരു സ്ഥാപനത്തിന്റെ നേട്ടങ്ങൾക്കും ഉപയോഗത്തിനും വേണ്ടി വില കുറഞ്ഞ എന്നാൽ നല്ല ഗുണനിലവാരമുള്ള, ചീപ്പർ ആണ് എന്നാൽ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ ആണ്, വില കുറഞ്ഞ ഗുണനിലവാരമുള്ള മെറ്റീരിയൽസിന്റെ ഇൻസ്പെക്ഷൻ. അടുത്ത നോക്കിയേ, ഇൻസ്പെക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് സോഴ്സസ് ആൻഡ് പ്രൈസ് ഇൻ റിലേഷൻ ടു മണി ടു ബി സ്പെൻഡ്, റിയലൈസേഷൻ ഓഫ് ഇറ്റ്സ് വർത്ത് ആൻഡ് ഇൻ ഡ്യൂ കോഴ്സ്. ഇനി അടുത്തത് ഇൻസ്പെക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് സോഴ്സസ്, ഇതര മാർഗങ്ങള്, അതിന്റെ സോഴ്സ് ഏതുമായിട്ട്, നമ്മൾ സോഴ്സ് ആൻഡ് പ്രൈസ് ഇൻ റിലേഷൻ ടു ദ മണി ടു ബി സ്പെൻഡ്, നമ്മൾ ചെലവഴിക്കേണ്ട പണവുമായി ബന്ധപ്പെട്ട് അതിന്റെ റിസോഴ്സ്, അല്ലെങ്കിൽ സോഴ്സിന്റെയും അതിന്റെ പരിശോധനയും അതിന്റെ മൂല്യം, വർത്ത്, അതിന്റെ മൂല്യം യഥാസമയം തിരിച്ചറിയുകയും ചെയ്യുക. ഇൻസ്പെക്ഷൻ, പരിശോധിക്കുക, ഓഫ് ഓൾട്ടർനേറ്റീവ് സോഴ്സസ് ആൻഡ് പ്രൈസസ് ഇൻ റിലേഷൻ ടു ദ മണി ടു ബി സ്പെൻഡ്. നമ്മൾ എത്രത്തോളം പൈസ ചെലവഴിക്കണം, ചെലവഴിക്കേണ്ട പണവുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ സോഴ്സ്, അതിന്റെ കോസ്റ്റ്, ഇതൊക്കെ ഇൻസ്പെക്ട് ചെയ്യുകയും അതിന്റെ മൂല്യം യഥാസമയം തിരിച്ചറിയുകയും ചെയ്യുക. ഇത്രയാണ് പർപ്പസ് തന്നേക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് വായിച്ചു വെച്ചാൽ മതി. പർപ്പസ് എന്ന് ഒരു ഐറ്റത്തെ റിമൂവ് ചെയ്യാൻ, പിന്നെ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പോണൻസിന്റെ യൂട്ടിലൈസേഷൻ, ഉപയോഗം, പിന്നെ ഒരു ഐറ്റത്തിന്റെ എല്ലാ ഫീച്ചേഴ്സും പരിശോധിക്കാൻ. ഇനി ചീപ്പർ ആയിട്ടുള്ള എന്നാൽ നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസിന്റെ ഇൻസ്പെക്ഷൻ, എന്തിനു വേണ്ടി, ആ ഒരു സ്ഥാപനത്തിന്റെ അഡ്വാൻറ്റേജിനും സ്ഥാപനത്തിന്റെ ഉപയോഗത്തിന് വേണ്ടി വില കുറഞ്ഞ ഗുണനിലവാരമുള്ള മെറ്റീരിയൽസിന്റെ പരിശോധന. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, നമ്മൾ ചെലവഴിക്കേണ്ട പണവുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ സ്രോതസ്, സോഴ്സും അതിന്റെ കോസ്റ്റ് ഇൻസ്പെക്ഷൻ പരിശോധിക്കുകയും അതിന്റെ വർത്ത്, അതിന്റെ മൂല്യം യഥാസമയം തിരിച്ചറിയുകയും ചെയ്യുക. റിയലൈസേഷൻ of its worth in due course. Okay, clear അല്ലേ അത്? പർപ്പസ് അല്ലെങ്കിൽ എയിംസ്, ഇതും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആണ്, നോക്കി വെക്കുക. ഇനി ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ഓർഗാനോഗ്രാം ആണ്. എന്താ നമ്മൾ പറയുന്നത് ഓർഗാനോഗ്രാം? ഡിഫറെന്റ് പീപ്പിൾ അല്ലെങ്കിൽ പല സെക്ഷനുകൾ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രാം ആണ് ഓർഗാനോഗ്രാം. ഇനി ഇവിടെ ഇതുപോലെ ചോദിക്കാൻ നിൽക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനോഗ്രാം ഈസ് കറക്റ്റ് റിലേറ്റഡ് ടു മെറ്റീരിയൽസ് മാനേജ്മെന്റ്. മെറ്റീരിയൽസ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ഓർഗാനോഗ്രാം ഏത്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ ഓർഡർ പഠിച്ചു വെക്കണം. ചോദിക്കാറുണ്ട് കേട്ടോ, ഏതെങ്കിലും ഓർഗാനോഗ്രാം ഒക്കെ കാണാറുണ്ട്. അപ്പൊ ഏറ്റവും മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ഒരു ഓർഗാനോഗ്രാം, അവിടത്തെ ആ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രാം ആണ് കാണിച്ചേക്കുന്നത്. അപ്പൊ ഏറ്റവും ടോപ്പിൽ വരുന്ന ആരാന്ന് നോക്കിയേ, മെറ്റീരിയൽസ് മാനേജർ. കണ്ടോ, മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ടോപ്പില് പൊസിഷനില് മെറ്റീരിയൽസ് മാനേജർ ആണ്. അദ്ദേഹത്തിന്റെ കീഴില്, ഈ മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴില് രണ്ട് സെക്ഷനുകൾ വരുന്നുണ്ട്, പർച്ചേസും ഉണ്ട്, സ്റ്റോറും ഉണ്ട്. എന്തൊക്കെയാ? മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴില് രണ്ട് സെക്ഷൻ വരുന്നുണ്ട്. ഏതൊക്കെ വരുന്നേ? പർച്ചേസും ഉണ്ട്, സ്റ്റോറും ഉണ്ട്. ഓക്കെ, പർച്ചേസും സ്റ്റോറും ഉണ്ട്. ഇനി പർച്ചേസില് അവിടെ ആരാ പർച്ചേസിനെ അസിസ്റ്റ് ചെയ്യാൻ? അസിസ്റ്റന്റ് മാനേജർ ഉണ്ട് ആ സെക്ഷനില്. പർച്ചേസ് ആ ഒരു സെക്ഷനില് മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴില് പർച്ചേസ് അസിസ്റ്റന്റ് മാനേജറുകളുണ്ട്. അസിസ്റ്റന്റ് മാനേജർ. ദെൻ അടുത്ത് നോക്കിയേ, പർച്ചേസ് അസിസ്റ്റന്റുകളുണ്ട്. അപ്പൊ അസിസ്റ്റന്റ് മാനേജർ ഉണ്ട്, പർച്ചേസ് അസിസ്റ്റന്റും ഉണ്ട്. ദെൻ അതുപോലെ തന്നെ അടുത്തൊരു സെക്ഷൻ ആണ് മെറ്റീരിയൽസ് മാനേജറിന്റെ സ്റ്റോറുകൾ. സ്റ്റോർ ഉണ്ട് കേട്ടോ. അപ്പൊ അതായത്
നമ്മൾ ആ പർച്ചേസ് ചെയ്യുന്ന അവിടെ പർച്ചേസ് മാനേജർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് രണ്ട് സെക്ഷൻ. ആ ഒരു പർച്ചേസ് മാനേജറിന്റെ കീഴിൽ അസിസ്റ്റന്റ് മാനേജർ, പർച്ചേസ് അസിസ്റ്റന്റുകൾ. ഇവിടെ സ്റ്റോഴ്സ് ആണ്. ഈ മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴിൽ ഒരു സെക്ഷൻ ആണ് സ്റ്റോറുകൾ. അവിടെ ആരുണ്ട്? സ്റ്റോർ മാനേജർ ഉണ്ട്, അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജർ ഉണ്ട്. ഇവിടെ സ്റ്റോറുകൾ കീപ്പ് ചെയ്യുന്ന സ്റ്റോർ കീപ്പേഴ്സും ഉണ്ട്. നിങ്ങൾ കറക്റ്റ് ആ ഓർഡർ നോക്കിയാൽ മതി. ഇപ്പൊ നമുക്ക് തെറ്റിച്ചു തരാം അവിടെ. ആ ഡയഗ്രാം അതുപോലെ ഫ്ലോ ചാർട്ട് പോലെ തന്നിട്ട് മെറ്റീരിയൽസ് മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, പർച്ചേസ്, പർച്ചേസ് അസിസ്റ്റന്റ് അങ്ങനെ തരാം. അല്ലെങ്കിൽ മെറ്റീരിയൽസ് മാനേജർ, പർച്ചേസ് അസിസ്റ്റന്റ്, പർച്ചേസ് അസിസ്റ്റന്റ് മാനേജർ. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് അസിസ്റ്റന്റ് മാനേജർ, മെറ്റീരിയൽസ് മാനേജർ, പർച്ചേസ്, പർച്ചേസ് അസിസ്റ്റന്റ്. മനസ്സിലാവുന്നല്ലേ നിങ്ങൾക്ക്? അപ്പൊ അത് കറക്റ്റ് ഓർഡർ നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഓർഗാനോഗ്രാമിന്റെ കറക്റ്റ് ഓർഡർ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഏത് രീതിയിലും വേണമെങ്കിൽ ചോദിക്കാം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ ചോദിക്കാം. അപ്പൊ ഏത് സെക്ഷനാ തരുന്നതെന്ന് നോക്കുക കേട്ടോ. അപ്പൊ ഏറ്റവും ടോപ്പിൽ മെറ്റീരിയൽസ് മാനേജർ ആണെന്ന് മനസ്സിലാക്കുക. അതിന്റെ കീഴിൽ രണ്ട് സെക്ഷൻ ഉണ്ട്. അദ്ദേഹം രണ്ട് സെക്ഷനുകൾ ഹാൻഡിൽ ചെയ്യാണ്. പർച്ചേസിന്റെ കാര്യങ്ങളുണ്ട്, സ്റ്റോറിന്റെയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴിൽ പർച്ചേസിന്റെ ഒരു മാനേജർ ഉണ്ട്, പർച്ചേസ് മാനേജർ ഉണ്ട്. അവിടെ പർച്ചേസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. കുഴപ്പമില്ല, നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് തന്നെയേ വരുള്ളൂ. ഓപ്ഷൻ ഇടുമ്പോൾ അങ്ങനെ തന്നെയായിരിക്കും. അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് പർച്ചേസ് മാനേജർ, അദ്ദേഹത്തിന്റെ കീഴിൽ അസിസ്റ്റന്റ് മാനേജറുകൾ ഉണ്ട്, അതിന്റെ കീഴിൽ പർച്ചേസ് അസിസ്റ്റന്റും ഉണ്ട്. പർച്ചേസിന് അസിസ്റ്റന്റുമാരും ഉണ്ട്. അതുപോലെ സ്റ്റോഴ്സിന്റെ കീഴിൽ അസിസ്റ്റന്റ് മാനേജർ ഉണ്ട്. അതായത് സ്റ്റോർ മാനേജറിന്റെ കീഴിൽ അവിടെ അസിസ്റ്റന്റ് മാനേജറുകൾ ഉണ്ട്. ദെൻ അടുത്തത് സ്റ്റോർ കീപ്പേഴ്സും ഉണ്ട്. ഓക്കെ. അത് ഇത് നോക്കി വെക്കാം. ഒന്ന് നോക്കി വേഗം ഓർഗാനോഗ്രാം. തെറ്റിച്ചേരുമ്പോ കൺഫ്യൂസ്ഡ് ആവരുത്. മെറ്റീരിയൽസ് മാനേജർ ഏറ്റവും ടോപ്പില്, അതിന്റെ കീഴില് രണ്ട് സെക്ഷനുകളാണ് കൊടുത്തേക്കുന്നത്. ഓരോന്നിന്റെയും അസിസ്റ്റന്റ് മാനേജറുകൾ ഉണ്ട്. പിന്നെ അതിന്റെ ഓരോന്നിന്റെയും പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ് അസിസ്റ്റന്റ്, സ്റ്റോർ ആണെങ്കിൽ സ്റ്റോർ കീപ്പർമാരും ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. ഇനി അടുത്തതാണ് പർച്ചേസിങ്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ പർച്ചേസ് ചെയ്യാറില്ലേ? സാധനങ്ങളും ഡ്രസ്സുകളും എല്ലാവരും നമ്മൾ പർച്ചേസ് ചെയ്യും അല്ലേ? എന്താണ് ഇവിടെ പർച്ചേസിംഗ് എന്ന് പറയുന്നത്? പർച്ചേസിംഗ് എന്താ? നിങ്ങൾ പർച്ചേസിന് ഇറങ്ങാറില്ലേ? സൺഡേ കിട്ടുമ്പോൾ എന്തായാലും എല്ലാവരും കൂടി ഒക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാൻ ഇറങ്ങും. കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങാറുണ്ട് അല്ലേ? എന്താ നമ്മൾ ഇവിടെ ഹോസ്പിറ്റലിലെ മെറ്റീരിയൽസ് മാനേജ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പർച്ചേസിംഗ് എന്ന് പറഞ്ഞിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഈസ് ആൻ അറേഞ്ചിങ് അക്വിസിഷൻ. അക്വയറിംഗ് എന്താ? ഏറ്റെടുക്കുക. Purchasing is the arranged acquisition of goods and services for the buying entity. Entity എന്ന് പറഞ്ഞാൽ സ്ഥാപനം. എന്താണ് അപ്പൊ പർച്ചേസിംഗ് എന്ന് പറയുന്നത്? അവിടെ ഡാഷ് ഇട്ട് ചോദിക്കാം കേട്ടോ. ഡാഷ് ഈസ് ദ അറേഞ്ച്ഡ് അക്വിസിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്തിനു ആർക്ക് വേണ്ടി? ഫോർ ദ ബൈയിങ് എൻറ്റിറ്റി. അതായത് വാങ്ങുന്ന ഒരു സ്ഥാപനത്തിനായിട്ട് നമ്മൾ ഗുഡ്സിന്റെയും സർവീസിന്റെയും അക്വിസിഷൻ, നമ്മൾ അത് ഏറ്റെടുക്കലാണ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞ. അറേഞ്ച്ഡ് അക്വിസിഷൻ ആണ് അല്ലെ? അതെങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്, ക്രമീകരിച്ച ഏറ്റെടുക്കലാണ് ഏത്? പർച്ചേസിംഗ്. അക്വിസിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അത് കാണുമ്പോ തന്നെ അറിയാലോ പർച്ചേസിംഗ് ആണെന്ന് അല്ലെ? നമ്മളും സാധനങ്ങളൊക്കെ അക്വയർ ചെയ്യാണ്, നമ്മൾ എടുക്കുകയാണ്, മേടിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? അറേഞ്ച്ഡ് അക്വിസിഷൻ, ക്രമീകരിച്ച ഒരു ഏറ്റെടുക്കലാണ്. എന്തിന്റെ? ഗുഡ്സിന്റെയും സർവീസിന്റെയും. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? ഫോർ ദ ബൈയിങ് എൻറ്റിറ്റി. ഒരു ബൈ ചെയ്യുന്ന, വാങ്ങുന്ന സ്ഥാപനത്തിനായി ഗുഡ്സിന്റെയും സർവീസിന്റെയും ഒരു ക്രമീകരിച്ച ഒരു അക്വിസിഷൻ, ഏറ്റെടുക്കലാണ് പർച്ചേസിംഗ്. Then purchasing activities are required to make sure that required items are acquired in a timely manner and at a reasonable cost. ഉണ്ടോ? രണ്ട് കാര്യം പറയുന്നത്. ഈ പർച്ചേസിംഗ് ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾക്ക് നമുക്ക് എന്ത് കാര്യം വേണം? എങ്ങനെയായിരിക്കണം അത്? ടൈംലി മാനർ അല്ലെ? സമയബന്ധിതമായിട്ട്
ആ ഇന്ന സമയത്ത് നമ്മൾ അക്വയർ ചെയ്യുന്നത്, ഏറ്റെടുക്കുന്നത്, അത് മേടിക്കുന്നത് എങ്ങനെയാ? ഒരു ടൈംലി മാനർ, സമയബന്ധിതമായിട്ട്. അതുപോലെ എങ്ങനെയാ? റീസണബിൾ കോസ്റ്റ്, ഒരു ന്യായമായിട്ടുള്ള വിലയിലായിരിക്കണം അല്ലെ? എങ്ങനെയാ? നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് സമയബന്ധിതമായും ന്യായമായ വിലയിലും ഏറ്റെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്താനായിട്ട് പർച്ചേസിംഗ് പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എങ്ങനെ? ടൈംലി മാനർ ആൻഡ് അറ്റ് എ റീസണബിൾ കോസ്റ്റ്. രണ്ട് കാര്യം പറഞ്ഞേക്കണേ. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് സമയബന്ധിതമായും റീസണബിൾ കോസ്റ്റ്, ന്യായമായ വിലയിലും ഏറ്റെടുക്കുന്നുണ്ട് അല്ലെ? ഏറ്റെടുക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പർച്ചേസിംഗ് പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. പർച്ചേസിംഗ് ഡൺ ആസ് പെർ ദ നീഡ്സ് ഓർ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ദ ഹോസ്പിറ്റൽ. ഇനി എപ്പോഴാ ഹോസ്പിറ്റലിൽ പർച്ചേസിംഗ് നടത്തുന്നത്? എപ്പോഴാണ് നടത്തുന്നത്? ഡൺ ആസ് പെർ ദ നീഡ്സ്, ആവശ്യം അനുസരിച്ച്, ഓർ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ദ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലില് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് അല്ലെ? അതിനനുസരിച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി അല്ലെ? അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ആവശ്യത്തിനനുസരിച്ചാണ് പർച്ചേസിംഗ് നടത്തുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ട് സെന്റൻസ്, പർച്ചേസിംഗ് ഡൺ ആസ് പെർ ദ നീഡ്സ് or activities undertaken by the hospital. ഹോസ്പിറ്റലിൽ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ആവശ്യത്തിനനുസരിച്ചാണ് പർച്ചേസിംഗ് നടത്തുന്നത് അല്ലെ? നമ്മളും അങ്ങനെയല്ലേ? നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എന്ത് സാധനമാണോ നമുക്ക് വേണ്ടത് അതാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അല്ലാതെ ചുമ്മാ കടയിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് എല്ലാം പർച്ചേസ് ചെയ്യണമെന്ന് വെച്ചാൽ നടക്കൂല അല്ലെ? അത് നമുക്ക് പറ്റൂല. നമുക്ക് എന്താണ് ആവശ്യമുള്ളത് അതാണ് നമ്മുടെ നീഡ്സ് അനുസരിച്ചാണ് പർച്ചേസ് ചെയ്യുന്നത്. അതുപോലെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളും ഹോസ്പിറ്റലിന്റെ എന്തൊക്കെയാണ് ആവശ്യങ്ങള് അതിനനുസരിച്ചാണ് പർച്ചേസിംഗ് നടത്തുന്നത്. ഇനി അടുത്ത നോക്കി, ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. നോക്കി, ടു ഗെറ്റ് ദ റൈറ്റ് ക്വാളിറ്റി. എങ്ങനെയായിരിക്കണം? നല്ല ക്വാളിറ്റി ആയിരിക്കണം, ശരിയായ ക്വാളിറ്റിയില്. റൈറ്റ് ക്വാണ്ടിറ്റി, ശരിയായ അളവില്. റൈറ്റ് പ്രൈസ്, ശരിയായ വിലയില്. ആൻഡ് ഫ്രം ദ റൈറ്റ് വെൻഡർ. റൈറ്റ് തന്നെയാണോ നോക്കിയാലേ കേട്ടോ. RIGHT, റൈറ്റ് വെൻഡർ, ശരിയായ വെൻഡേഴ്സിൽ നിന്ന്, കച്ചവടക്കാരിൽ നിന്ന്, അല്ലെങ്കിൽ സോഴ്സ്. Then at the right time, ശരിയായ സമയത്ത്, ഡെലിവറി പീരീഡ് ആണ് കേട്ടോ. റൈറ്റ് ടൈം ആൻഡ് അറ്റ് എ റൈറ്റ് പ്ലേസ്, ശരിയായ സ്ഥലത്ത്. ഇതിനെയാണ്, അങ്ങനെ ഡെലിവറി, അതിനെയാണ് 6 ആർട്സ് ഓഫ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. 16 ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്നത്. 6 എന്ന് തന്നെയാണ് നോക്കിയാൽ കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ഒക്കെ കറക്റ്റഡ് കോപ്പി ആയിരിക്കും. ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീനില് ചെറിയ മിസ്റ്റേക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് തന്നെയല്ലേന്നൊന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചെക്ക് ചെയ്തേക്കാൻ പറയുന്നത്. 6 തന്നെയല്ലേ അവിടെ കിടക്കണേ. 6 ആർട്സ് ഓഫ് പർച്ചേസിംഗ്. മാർക്കറ്റിംഗ് പഠിച്ചോ നിങ്ങള്? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചോ? യെസ്. അതിനകത്ത് നിങ്ങളൊരു 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് പഠിച്ചോ? 4 കാര്യങ്ങള് അല്ലെ? 4 പീസ് ഓഫ് മാർക്കറ്റിംഗ്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തേക്കുന്നതാണ് 6 ആർട്സ് ഓഫ് പർച്ചേസിംഗ്. പർച്ചേസിംഗിന്റെ 6 കാര്യങ്ങളാണ്. ഇത് ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരുന്നു. അല്ല സോറി, എനിക്കത് വന്നേ ഉള്ളൂ. അതിനകത്തും നമ്മള് മാർക്കറ്റിംഗിന്റെയും അങ്ങനെ ചോദിക്കാറുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ 4 പീസ് ഓഫ് മാർക്കറ്റിംഗ്. 4 പീസ് ഓഫ് മാർക്കറ്റിംഗിൽ വരുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്? അതുപോലെ ഇവിടെ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ 6 ആർട്സ് ഓഫ് പർച്ചേസിംഗ്. ആ ടെക്സ്റ്റിലെ നിങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് 6 ആർട്സ് ഓഫ് പർച്ചേസിംഗ് എന്തൊക്കെയാന്ന് നോക്കിയേ. റൈറ്റ് ക്വാളിറ്റിയില്, റൈറ്റ് ക്വാണ്ടിറ്റിയില്, റൈറ്റ് പ്രൈസില്, വിലയില്, റൈറ്റ് വെൻഡേഴ്സ് ഓർ സോഴ്സ്, ശരിയായ വെൻഡർമാരിൽ നിന്ന് അല്ലെങ്കിൽ സോഴ്സിൽ നിന്ന്. അറ്റ് ദ റൈറ്റ് ടൈം, ശരിയായ ടൈമില്. റൈറ്റ് പ്ലേസ്, ശരിയായ സ്ഥലത്ത്. വെൻഡർ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരൻ. നൈറ്റ് അല്ല കേട്ടോ, റൈറ്റ് എന്നാണ്. അതാ ഞാൻ പറഞ്ഞേ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് ശരി എന്തെങ്കിലും നോക്കാൻ. ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടേ. ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് റൈറ്റ് എന്നാണ്. RIGHT എന്നാട്ടോ. ശരിയായ കച്ചവടക്കാരിൽ നിന്ന്, വെൻഡേഴ്സ്.
അല്ലെങ്കിൽ സോഴ്സ്, ശരിയായ സോഴ്സിൽ നിന്ന് ശരിയായ സമയത്ത് ശരിയായ പ്ലേസില് ശരിയായ പ്രൈസില് ശരിയായ ക്വാളിറ്റിയില് ശരിയായ ക്വാണ്ടിറ്റിയില്. ശരിയായ ക്വാണ്ടിറ്റിയില്. അതാണ് ഇതെന്ന് പറയുന്നത് 6 hours ഓഫ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ അതിനകത്ത് നിങ്ങൾ അത് നോട്ട് ചെയ്യുന്നത് 6 hours ഓഫ് പർച്ചേസിംഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്? 6 hours ഓഫ് പർച്ചേസിംഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്നുള്ളത് കേട്ടോ. ഇനി അതർ ഒബ്ജക്റ്റീവ്സ്, അതാണ് അപ്പൊ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. നമ്മൾ നേടുന്നതിന്, ടു ഗെറ്റ്, നമ്മൾ അങ്ങനെ സാധനങ്ങൾ നേടുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, അതാണ് ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത്. അതെങ്ങനെയാണ്? ടു ഗെറ്റ് റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്രൈസ്, റൈറ്റ് വെൻഡർ, റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്, ശരിയായ സ്ഥലത്ത് നിന്നും നമ്മുടെ ഓരോ സാധനങ്ങൾ നേടുന്നതിന് അതാണ് 6 hours of purchasing. Other objectives include keeping the constant flow of material and to guarantee higher productivity. മറ്റു ഒബ്ജക്റ്റീവ് എന്താ പറയുന്നത്? മറ്റു ഒബ്ജക്റ്റീവിൽ എന്താ ഉൾപ്പെടുന്നത്? കീപ്പിംഗ് ദ കോൺസ്റ്റന്റ് ഫ്ലോ, സ്ഥിരമായിട്ടുള്ള ഒരു ഫ്ലോ ഓഫ് മെറ്റീരിയൽസിന്റെ തുടർച്ചയായിട്ടുള്ള ഫ്ലോസ് അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിലും നമ്മൾ ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനത്തിന് കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ വേണ്ടേ അല്ലെ? അല്ലെങ്കിൽ ഇന്നില്ല പിന്നെ നാളെ ആവട്ടെ അങ്ങനെ പറയാൻ പറ്റൂല. അപ്പൊ നമുക്ക് എന്താ, സ്ഥിരമായിട്ടുള്ള ഒരു ഒഴുക്ക്, സ്ഥിരമായിട്ടുള്ള ഫ്ലോയില്. ആൻഡ് ടു ഗ്യാരണ്ടി ഹയർ പ്രൊഡക്ടിവിറ്റി, ഉയർന്ന ഉത്പാദനക്ഷമത ഉറപ്പുവരുത്തുന്നു. അതാണ് മറ്റ് ലക്ഷ്യങ്ങളിൽ വരുന്നത്. കീപ്പിംഗ് ദ കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ ആൻഡ് ടു ഗ്യാരണ്ടി ഹയർ പ്രൊഡക്ടിവിറ്റി, ഉയർന്ന ഉത്പാദനക്ഷമത ഉറപ്പുവരുത്തുന്നതിന് സ്ഥിരമായിട്ടുള്ള ഒരു ഫ്ലോ, മെറ്റീരിയൽസിന്റെ ഒരു ഫ്ലോ, പിന്നെ ഈ ശരിയായ ക്വാളിറ്റിയിലൊക്കെ മെറ്റീരിയൽസ് ഒക്കെ എന്ത് ചെയ്യുന്ന നേടുന്നതിന്, അതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. Then vendor evaluation is performed relying on quality rating and delivery rating. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. വെൻഡർ ഇവാലുവേഷൻ ഈസ് പെർഫോംഡ്. എങ്ങനെയാണ് ഒരു വെൻഡർ, കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഓഹരി ഉടമ അല്ലെ, വെൻഡേഴ്സിനെ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഈസ് പെർഫോംഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് നോക്കിയേ? ക്വാളിറ്റി റേറ്റിംഗ് ആൻഡ് ഡെലിവറി റേറ്റിംഗ് അല്ലെ. നമുക്കും എന്തെങ്കിലും മെറ്റീരിയൽ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന വെൻഡേഴ്സ് ഉണ്ടാവാം, കച്ചവടക്കാരുണ്ടാവും. അപ്പൊ അതെങ്ങനെയാ? ക്വാളിറ്റി നമ്മൾ നോക്കും അല്ലെ. നമ്മൾക്ക് നമ്മൾ മേടിക്കുന്ന ആ മെറ്റീരിയൽസിന്റെ വസ്തുക്കളുടെ ക്വാളിറ്റീനെ നോക്കും, അതുപോലെ തന്നെ ഡെലിവറി റേറ്റിംഗും. അതിനെ അടിസ്ഥാനമാക്കിയാണ് വെൻഡേഴ്സിന്റെ ഇവാലുവേഷൻ നിർവഹിക്കുന്നത്. ഏതാണ്? വെൻഡർ ഇവാലുവേഷൻ ഈസ് പെർഫോംഡ് റിലയിങ് ഓൺ ഡാഷ്. എന്തിനാ? രണ്ട് കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടേ. ക്വാളിറ്റി റേറ്റിംഗ് ആൻഡ് ഡെലിവറി റേറ്റിംഗ്. വെൻഡേഴ്സ് ഹാസ് ടു ബി ട്രസ്റ്റ് വർത്തി. ഒരു കച്ചവടക്കാരൻ, വെൻഡേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? വിശ്വസ്തനായിരിക്കണം. ട്രസ്റ്റ് വർത്തി എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വസ്തനായിരിക്കണം. ഹോസ്പിറ്റൽ വിൽ ഹാവ് ആൻ അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് വെൻഡേഴ്സ്. ഹോസ്പിറ്റലിൽ എന്തുണ്ട്? ഒരു ലിസ്റ്റ് ഓഫ് വെൻഡേഴ്സ്, അപ്രൂവ്ഡ്, ഒരു അംഗീകരിച്ചിട്ടുള്ള വെൻഡേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ടാവും. അതായത് സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിലേക്ക് മെറ്റീരിയൽസ് കൊടുക്കുന്ന വെൻഡേഴ്സ് ഉണ്ടാവും. അവർക്കൂടി ഒരു ലിസ്റ്റ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും. ഹോസ്പിറ്റൽ വിൽ ഹാവ് ആൻ അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് വെൻഡേഴ്സ്. വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞേ? ട്രസ്റ്റ് വർത്തി എന്ന് പറഞ്ഞാൽ വിശ്വസ്തനായിരിക്കണം. വെൻഡേഴ്സ് എന്ന് പറയുന്നത് ഒരു വിശ്വസ്തനായിരിക്കണം. ഓക്കെ. അപ്പൊ അതിനകത്തുനിന്ന് നമ്മൾ ആ 6 hours ഓഫ് പർച്ചേസിംഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിച്ചാൽ എഴുതാൻ പഠിക്കണം. പിന്നെ ഒബ്ജക്റ്റീവ്സ് എന്താ? രണ്ട് കാര്യങ്ങൾ കൂടി പറയണ്ടേ. അതർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ അത് കീപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഉയർന്ന ഉത്പാദനക്ഷമത ഉറപ്പുവരുത്തുക. ഇനി വെൻഡേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയ? റിലയിങ് ഓൺ എന്താണ്? ക്വാളിറ്റി റേറ്റിംഗ് ആൻഡ്
ഡെലിവറി റേറ്റിംഗ്. വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ട്രസ്റ്റ് വർത്തി, വിശ്വസ്തനായിരിക്കണം. ഹോസ്പിറ്റലിൽ എന്തുണ്ട്? ഹോസ്പിറ്റൽ വിൽ ഹാവ് ആൻ അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് വെൻഡേഴ്സ്. ഹോസ്പിറ്റലില് അംഗീകൃതമായിട്ടുള്ള വെൻഡേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ടാവും. ഹോസ്പിറ്റൽ വിൽ ഹാവ് ആൻ അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് വെൻഡേഴ്സ്. ഹോസ്പിറ്റലില് എന്താണ്? അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വെൻഡേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ടായിരിക്കും. Purchase is a business function since we convert resources into services is then issued. Purchase എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബിസിനസ് പ്രവർത്തനമാണ് പർച്ചേസ് ചെയ്യുക എന്നുള്ളത്. അവിടെ റിസോഴ്സിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു? സർവീസ് ആക്കി മാറ്റുന്നു. Convert resource into services, then issued. Purchasing is a spending function and it coordinates with the finance department in the event of bulk purchase. ഇനി പർച്ചേസിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്പെൻഡിങ് ഫംഗ്ഷൻ ആണ്, ഒരു ചെലവിടുന്ന പ്രവർത്തനമാണ് അല്ലെ. പൈസ വേണ്ടേ നമുക്ക് പർച്ചേസിങ്ങിന് അല്ലെ? പർച്ചേസിംഗ് എന്ന് പറഞ്ഞ ഒരു സ്പെൻഡിങ് ഫംഗ്ഷൻ ആണ്, സ്പെൻഡ് ചെയ്യുന്നതാണ്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ആണെങ്കിലും നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് പർച്ചേസ് എന്ന് പറഞ്ഞത്. ഒരു ചിലവിടുന്ന പ്രവർത്തനമാണ്. അതാണ് പർച്ചേസിംഗ് ഈസ് എ സ്പെൻഡിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കോർഡിനേറ്റ് വിത്ത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ദ ഇവന്റ് ഓഫ് ബൾക്ക് പർച്ചേസ്. ഇനി ഹോസ്പിറ്റലില് പർച്ചേസിന്റെ കാര്യത്തില് നമ്മൾ എന്താ, അത് വലിയൊരു രീതിയില് ബൾക്ക് പർച്ചേസ് ആണെങ്കിൽ, ഇപ്പൊ നമ്മൾ വീട്ടിൽ സാധനങ്ങളോ അല്ലെങ്കിൽ ഇത് മേടിക്കണോ എല്ലാം ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അതെന്താ, ഒരു ബൾക്ക് പർച്ചേസ്. ബൾക്കായിട്ടല്ലേ സാധനങ്ങൾ എടുക്കുന്നത് അല്ലെ? ഹോസ്പിറ്റലിലേക്ക് വേണ്ട മെറ്റീരിയൽസ് എടുക്കുന്നത് എങ്ങനെയാ? ഒരു ബൾക്കായിട്ടാണ്, ഒരു കൂട്ടാലി ഒന്നോ രണ്ടോ എണ്ണമല്ല അവിടെ വരുന്നത്, ബൾക്കായിട്ടാണ്. അപ്പൊ അങ്ങനെ ഈ ബൾക്ക് പർച്ചേസിന്റെ കാര്യത്തിൽ ഹോസ്പിറ്റൽ ആരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. പൈസ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്നത് ഫിനാൻസ് അല്ലേ? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്യണം, സഹകരിക്കണം, ഏകോപിപ്പിക്കണം. അത് അങ്ങനെയാണ് പർച്ചേസിംഗ് നടത്തുന്നത്. ഹോസ്പിറ്റലില് പ്രത്യേകിച്ച് പറഞ്ഞേക്കാണ്, ബൾക്ക് പർച്ചേസിന്റെ കാര്യത്തില് ആരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യണം? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്യണം. പർച്ചേസിംഗ് എന്ന് പറയുന്നത് ഒരു സ്പെൻഡിങ് ഫംഗ്ഷൻ ആണ്, ഒരു ചിലവിടുന്ന പ്രവർത്തനമാണ്. ഈസ് എ സ്പെൻഡിങ് ഫംഗ്ഷൻ. പർച്ചേസിംഗ് ഈസ് എ സ്പെൻഡിങ് ഫംഗ്ഷൻ. അതൊരു ചിലവിടുന്ന പ്രവർത്തനമാണ്. ഇനി ബൾക്ക് പർച്ചേസിന്റെ കാര്യത്തില് ആരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതാ പറഞ്ഞേക്കുന്നത്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്യണം. പർച്ചേസിംഗ് ഈസ് എ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അവിടെ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത്. ഇസ് എ സ്പെൻഡിങ് ഫംഗ്ഷൻ, ഇസ് എ ഡാഷ് ഫംഗ്ഷൻ. ഒരു ചെലവിടുന്ന പ്രവർത്തനമാണ്. ആരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യണം? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട്. ഏതിന്റെ കാര്യത്തില്? ഇൻ ദ ഇവന്റ് ഓഫ് ബൾക്ക് പർച്ചേസിന്റെ കാര്യത്തില്. പർച്ചേസിംഗ് ഈസ് എ വിഗ്രസ് മാനേജ്മെന്റ് ആക്ടിവിറ്റി. മാനേജ്മെന്റിന്റെ, അതായത് ഊർജ്ജസ്വലമായിട്ടുള്ള, വിഗ്രസ് എന്ന് പറഞ്ഞാൽ ഊർജ്ജസ്വലമായിട്ടുള്ള മാനേജ്മെന്റ് പ്രവർത്തനമാണ് പർച്ചേസിംഗ്. ആസ് വി റിക്വയർ, എന്തൊക്കെ വേണം? പ്രോപ്പർ പ്ലാനിങ് ഓഫ് മെറ്റീരിയൽ, പ്രൈസ് ഫോർകാസ്റ്റിംഗ്, പ്രൈസ് എത്രയാണ് നമ്മൾ മുൻകൂട്ടി പ്രവചിക്കണം. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ഓർഗനൈസിംഗ്, ദെൻ കോർഡിനേഷൻ, ഏബിൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ടൈംലി ഡിസിഷൻ. ഇതെല്ലാം പർച്ചേസിന് വേണം. അതുകൊണ്ട് തന്നെ പർച്ചേസ് എന്ന് പറയുന്നത് ഒരു ഊർജ്ജസ്വലമായിട്ടുള്ള മാനേജ്മെന്റ് പ്രവർത്തനമാണ്. അവിടെ ഈ ഒരു ഡാഷ് ഇട്ട് എഴുതിക്കോട്ടോ, ഡെഫിനിഷൻ ആയിട്ട് കട്ട് ചെയ്യണ്ട. ഡാഷ് ഈസ് എ വിഗ്രസ് മാനേജ്മെന്റ് ആക്ടിവിറ്റി. എന്താണ് ഒരു പർച്ചേസിംഗ് എന്ന് പറയുന്നത്? ഒരു ഊർജ്ജസ്വലമായിട്ടുള്ള മാനേജ്മെന്റിന്റെ പ്രവർത്തനമാണ്. അതിന് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞേക്കണം അവിടെ? പർച്ചേസിംഗിന് എന്തൊക്കെ വേണം? ആസ് വി റിക്വയർ, എന്തൊക്കെ വേണ്ടേ? പ്രോപ്പർ പ്ലാനിങ് ഓഫ് മെറ്റീരിയൽ. എന്താണ്, ഏത് മെറ്റീരിയലാണെന്നൊക്കെയാണ് എടുക്കുന്നത്, എന്താണെന്ന് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം, ആസൂത്രണം ചെയ്യണം. പ്രൈസ് ഫോർകാസ്റ്റിംഗ്, അതിന്റെ പ്രൈസ് നമ്മളൊന്ന് മുൻകൂട്ടി പ്രവചിക്കണം. ഡിമാൻഡ് നമ്മൾ നോക്കണം, മുൻകൂട്ടി കാണണം. അതിന്റെ അനുസരിച്ചാണ് പർച്ചേസ് ചെയ്യുന്നത് അല്ലെ? ആ മെറ്റീരിയൽസിന്റെ ഡിമാൻഡ് നമ്മൾ മുൻകൂട്ടി കാണണം. ഓർഗനൈസിങ് എന്ന് വെച്ചാൽ മേക്ക് അറേഞ്ച്മെന്റ്സ് ഓഫ് പ്രിപ്പറേഷനുള്ള അറേഞ്ച്മെന്റ്സ് തയ്യാറാക്കുക, ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക, അതിന് വേണ്ട കാര്യങ്ങൾ സംഘടിപ്പിക്കുക. കോർഡിനേഷൻ, ഏകോപനം, ഏബിൾ അഡ്മിനിസ്ട്രേഷൻ, ഒരു കഴിവുള്ള ഒരു ഭരണം, ആൻഡ് ടൈംലി ഡിസിഷൻ, സമയോചിതമായിട്ടുള്ള തീരുമാനം. ഇതെല്ലാം എന്തിനു വേണം? പർച്ചേസിംഗിന് വേണം. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഇനി നോക്കിയേ, പർച്ചേസിംഗ് ഓഫ് ഹോസ്പിറ്റൽ വേരി
അക്കോർഡിംഗ് ടു ദ സൈസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ വലിപ്പം, അവിടുത്തെ പ്രവർത്തനങ്ങള് ഇതനുസരിച്ച് ഹോസ്പിറ്റലിലെ പർച്ചേസിങ് വ്യത്യാസപ്പെടുന്നു അല്ലെ. ചെറിയ ഹോസ്പിറ്റലിലാണെങ്കിൽ അത്രയും പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അല്ലെ, അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അത് നോക്കിയിട്ട് മതി മെറ്റീരിയൽസ്, ഏതൊക്കെ മെറ്റീരിയൽസ് ആണ്, എന്തോരം വേണം, ഇതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അല്ലെ. അത് ഹോസ്പിറ്റലിന്റെ വലുപ്പത്തിനും അവിടുത്തെ പ്രവർത്തനങ്ങൾക്കും അനുസരിച്ച് ഹോസ്പിറ്റലിലെ പർച്ചേസിങ് വ്യത്യാസപ്പെടും. അണ്ടർലൈൻ ചെയ്തിട്ടോട്ട് അത്. Purchasing of hospital vary according to the dash of the hospital. ഏതനുസരിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത് അക്കോർഡിംഗ് ടു ദ സൈസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ സൈസ്, വലിപ്പം, പ്രവർത്തനങ്ങള് ഇതൊക്കെ അനുസരിച്ച് എന്താണ് പർച്ചേസിങ് വ്യത്യാസപ്പെടും. Purchasing of hospital vary according to the size and activities of the hospital. Okay. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ. ഇനി നമുക്ക് നോക്കുന്നത് 3 തരത്തിലുള്ള പർച്ചേസ് അവിടെ പറയുന്നത്. ലോക്കൽ പർച്ചേസ്, പർച്ചേസ് ഫ്രം സപ്ലയർ, ഇമ്പോർട്ട് പർച്ചേസ്. ലോക്കൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ? ലോക്കൽ പർച്ചേസ് അല്ലെ, എന്താ വെച്ചാൽ എന്താ ലോക്കൽ പർച്ചേസ്? നമ്മുടെ അടുത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു അല്ലെ. ആ പേരിൽ നിന്ന് തന്നെ അറിയാം ലോക്കൽ ആണ്. ഓക്കെ, ലോക്കൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ? ലോക്കൽ പർച്ചേസിംഗ് ഈസ് എ പ്രിഫറൻസ് ടു ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ആർ ലോക്കലി പ്രൊഡ്യൂസ്ഡ്. അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്. ഏത് പർച്ചേസിൽ വരുന്നതാണെന്നുള്ളത് നോക്കാം. ലോക്കൽ പർച്ചേസിംഗ് ഈസ് എ പ്രിഫറൻസ്. എന്തിനാ അവിടെ പ്രാധാന്യം നൽകുന്ന, പ്രിഫറൻസ് കൊടുക്കുന്ന, മുൻഗണന നൽകുന്ന എന്തിനാണ്? Preference to buy the goods and services which are locally produced rather than those produced in distant places. ദൂര സ്ഥലങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ നമ്മുടെ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അത് ഏത് പർച്ചേസിൽ വരുന്ന പേരിൽ തന്നെ അറിയാലോ അല്ലെ. ഏതിൽ വരുന്നതാണ്? ലോക്കൽ പർച്ചേസിൽ വരുന്നതാണ്. ലോക്കൽ പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ പ്രിഫറൻസ് ടു ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ആർ ലോക്കലി പ്രൊഡ്യൂസ്ഡ്. ഏതിനാ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്? ലോക്കലി പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾക്കാണ്. ഏതിനേക്കാളും rather than distant places. ക്ലിയർ അല്ലേ? ദൂര സ്ഥലങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ നമ്മുടെ അടുത്ത് ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിനും സർവീസ് അതിനൊക്കെയാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഓക്കെ, രണ്ടാമത് നോക്കിയേ, പർച്ചേസ് ഫ്രം സപ്ലയർ. സപ്ലയർമാരിൽ നിന്നുള്ള പർച്ചേസ് നമ്മൾ വാങ്ങാറില്ലേ? ആരിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാറില്ലേ? അല്ലേ, നമ്മൾ കൊടുക്കാറില്ലേ? നമ്മൾ വാങ്ങാറില്ലേ സപ്ലയറിൽ നിന്ന്? When the purchase order is required by your supplier, നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മള് സപ്ലയറിൽ നിന്ന് നമുക്ക് വാങ്ങാം. അപ്പൊ നമ്മൾ വാങ്ങുമ്പോ ആദ്യം എന്താണ് ചെയ്യുന്നത്? നമ്മളൊരു ഓർഡർ കൊടുക്കണം. ഇന്ന സാധനമാണ് വാങ്ങണേന്ന് പറഞ്ഞ് ഓർഡർ കൊടുക്കൂലേ? നിങ്ങൾ ഓർഡർ വാങ്ങാറില്ലേ? സപ്ലയറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാറില്ലേ? അല്ലേ? ആദ്യം എന്താ നമ്മൾ കൊടുക്കുന്ന? വേണ്ട, പർച്ചേസ് ഓർഡർ ഈസ് റിക്വയർഡ് ബൈ യുവർ സപ്ലയർ. സപ്ലയറിന് ഒരു പർച്ചേസ് ഓർഡർ ആവശ്യമായിട്ട് വരും. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഓർഡർ കൊടുക്കുകയാണ് അല്ലേ? സപ്ലയറിന് നിങ്ങളുടെ സപ്ലയർ പർച്ചേസ് ഓർഡർ ആവശ്യപ്പെടുമ്പോൾ നോക്കിയേ, പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫോം എ വാലിഡ് എഗ്രിമെന്റ് ബിറ്റ്വീൻ യു ദ കസ്റ്റമർ ആൻഡ് യുവർ സപ്ലയർ. അതാണ് പർച്ചേസ് ഓർഡർ. നിങ്ങൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാറില്ലേ? അല്ലേ? എന്താണ് ആ ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മള് കസ്റ്റമർ അല്ലെ, നമ്മളും സപ്ലയറും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഓർഡർ. ഇന്ന സാധനം വേണം, ഇത്ര സമയത്ത് വേണം എന്ന് പറഞ്ഞാണ് നമ്മൾ ഓർഡർ കൊടുക്കുന്നത്. എന്താണ് പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞത്? ഇറ്റ് ഈസ് എ വാലിഡ് എഗ്രിമെന്റ് ബിറ്റ്വീൻ യു എന്ന് പറഞ്ഞാൽ ദ കസ്റ്റമർ ആൻഡ് സപ്ലയർ. അണ്ടർലൈൻ ചെയ്തിട്ടേ,
The valid agreement between customer and supplier is called a purchase order. That's purchase order എന്ന് പറയുന്നത്. To distribute the product or services, provide a service. അല്ലെ, നമുക്ക് ആ പ്രൊഡക്റ്റ് വിതരണം ചെയ്യുന്നതിനും അല്ലെങ്കിൽ നമുക്ക് ആ സർവീസ് തരുന്നതിനും വേണ്ടി നമ്മളും അതുപോലെ സപ്ലയറും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ്, വാലിഡ് എഗ്രിമെന്റ്, അതാണ്. When you accept on the time at the price agreed, കറക്റ്റ് സമയത്ത് അതുപോലെ തന്നെ എഗ്രി ചെയ്ത പ്രൈസ് ഇത്ര രൂപ അതും വേണം. Then when you accept the invoice from the supplier, invoice എന്ന് പറഞ്ഞാൽ ബില്ല്. ഇനി നമ്മൾ എങ്ങനെയാ, സപ്ലയർ നമുക്ക് സാധനം തരുമ്പോഴേ നമുക്ക് ബില്ല് തരും. ബില്ല് തരാതെ ആരെങ്കിലും ക്യാഷ് പേ ചെയ്യോ? ഇല്ല. ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ബില്ലാണ് കേട്ടോ. When you accept the invoice from your supplier, നമ്മുടെ സപ്ലയറിൽ നിന്ന് ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ല് സ്വീകരിച്ച ശേഷം എന്ത് ചെയ്യുന്നു? യു ക്യാൻ ഗോ വിത്ത് ഇറ്റ് ടു ദ ഓർഡർ. നമ്മൾ ആ ഓർഡറിനൊപ്പം പോകുന്നു. ആൻഡ് പോസ്റ്റ് യുവർ അക്കൗണ്ട്സ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നു. അതായത് എന്നിട്ട് നമ്മൾ ക്യാഷ് ചെയ്യുന്നു, ക്യാഷ് കൊടുക്കുന്നു. നമ്മള് സാധാരണ വാങ്ങുന്ന രീതിയിലാണ്. ആദ്യം ഒരു ഓർഡർ കൊടുക്കും, പർച്ചേസ് ഓർഡർ കൊടുക്കും. അതെന്താണ്? കസ്റ്റമറും അതുപോലെ സപ്ലയറും തമ്മിലുള്ള വാലിഡ് എഗ്രിമെന്റ് ആണ്. അല്ലെ, ഇന്ന ടൈമില് ഇത്ര പ്രൈസിൽ ഈ സാധനം എത്തിക്കണം എന്ന് പറഞ്ഞ് അതിനുശേഷം സപ്ലയർ നമുക്ക് എന്ത് തരും? ഒരു ഇൻവോയ്സ്, ബില്ല് തരും. ആ ബില്ല് തന്നതിന് ശേഷം നമ്മൾ ഓർഡറിന്റെ ഒപ്പം പോകുന്നു, ക്യാഷ് പേ ചെയ്യുന്നു. Then അടുത്തത് നോക്കിയേ, ഇമ്പോർട്ട് പർച്ചേസ്. മൂന്നാമത്തെ, ഇമ്പോർട്ട് ട്രേഡ് മീൻസ് ദ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം ദ ഫോറിൻ കൺട്രി. എവിടെന്നാ? അത് നമ്മുടെ അടുത്ത് ചെയ്യുന്നതല്ല, അല്ലെ, നമ്മുടെ അടുത്തുള്ള ലോക്കൽ സാധനങ്ങള് എന്താ പറയാ പർച്ചേസ് ചെയ്യുന്നതല്ല. ഇമ്പോർട്ട് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് ട്രേഡ് മീൻസ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം ദ ഫോറിൻ കൺട്രി. ഫോറിൻ കൺട്രീസിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതാണ് ഇമ്പോർട്ട് പർച്ചേസ്. അത് മൂന്നും നോട്ട് ചെയ്ത് വെച്ചു. ലോക്കൽ എന്ന് പറഞ്ഞതാണ് നമ്മുടെ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. പർച്ചേസ് ഫ്രം സപ്ലയർ എന്ന് പറഞ്ഞതാണ് സപ്ലയറിൽ നിന്ന് നമ്മൾ വാങ്ങുകയാണ്. അതായത് പർച്ചേസ് ഓർഡർ ഒക്കെ കൊടുത്ത് സപ്ലയറിൽ നിന്ന് വാങ്ങുന്നത്. ഇനി ഇമ്പോർട്ട് പർച്ചേസ് എന്താണ്? ഗുഡ്സ് ഫ്രം ദ ഫോറിൻ കൺട്രി. അല്ലേ, നമ്മൾ എവിടെ നിന്ന്? ഫോറിൻ കൺട്രീസിൽ നിന്ന് സാധനങ്ങൾ എന്ത് ചെയ്യുന്നു? ഇമ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇമ്പോർട്ട് ട്രേഡ് മീൻസ് ഇമ്പോർട്ട് പർച്ചേസ് മീൻസ് ദ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം ദ ഫോറിൻ കൺട്രി. ഫോറിൻ കൺട്രീസിൽ നിന്ന് സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. മൂന്ന് ക്ലിയർ ആയോ? അത് ഓക്കെ അല്ലേ? ഏത് അന്ന് ചോദിക്കാം കേട്ടോ. മൂന്നെണ്ണം അണ്ടർലൈൻ ചെയ്തില്ല. ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. 2-3 പേജ് അങ്ങ് കവർ ചെയ്തു. എന്നാലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായതുകൊണ്ടാട്ടോ, ഒരു ഡീറ്റെയിൽ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അവിടെ വരെ പോയത്. അപ്പൊ ഇന്ന് തന്നെ എടുത്ത അത്രയ്ക്ക് നിങ്ങളൊന്ന് വായിച്ചു വെക്കാം. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. നെക്സ്റ്റ് മാം ഇപ്പൊ ജോയിൻ ചെയ്യൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ അല്ലേ? എടുത്ത അത്രയും 3 തരത്തിലുള്ള പർച്ചേസ് വരെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ലോക്കൽ പർച്ചേസ്, പർച്ചേസ് ഫ്രം സപ്ലയർ, ഇമ്പോർട്ട് പർച്ചേസ്. ഓക്കെ, താങ്ക് യു.